ഇന്നേ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് വികാരിച്ച് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം എനിക്ക് നൽകിയ ഒരു വലിയ സൗഖ്യ അനുഭവം പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ 7-8 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ആരാധനയിലേക്കും പ്രവേശിക്കുന്നു. ആദ്യമായി തന്നെ ഞാൻ രോഗിയായിരുന്ന അവസരത്തിലേക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അനേകരുണ്ട്, ഈ ഗ്രൂപ്പിലുമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായ നന്ദി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്ന് നാം കഞ്ചിക്കോട് മരിയൻ ശുശ്രൂഷയുടെ 28ാം വാർഷികം നാം ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ശുശ്രൂഷയുമായിട്ട് കഴിഞ്ഞ 28ഓളം വർഷം ആഴമായ രീതിയിൽ ബന്ധപ്പെടുവാനായിട്ട് എനിക്ക് സാധിച്ചു. അത് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. ഈ 28 വർഷക്കാലം പല അവസരങ്ങളിലും കഞ്ചിക്കോട് വരുവാൻ സാധിച്ചു. പല അവസരങ്ങളിലും വചനപ്രഘോഷണം നടത്തുവാനായിട്ടുള്ള കൃപയും എനിക്ക് ലഭിച്ചു. ഞാനൊരു സലീഷൻ വൈദികനാണ്. ഞങ്ങളുടെ പ്രോവിൻസിലെ ഡോൺ ബോസ്കോയുടെ ഒരു പ്രത്യേക ഭക്തിയാണ് ദിവ്യകാരുണ്യ മരിയ ഭക്തി. ആ 2 ഭക്തിയും പ്രചരിപ്പിച്ച വിശുദ്ധനാണ് ഡോൺ ബോസ്കോ. ആ ഭക്തി കേരളത്തിലും കർണാടകയിലും പ്രചരിപ്പിക്കുക എന്നത് എൻ്റെ ഒരു ദൗത്യവും കൂടിയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 28 വർഷമായിട്ട് ഡോൺ ബോസ്കോ ആരംഭിച്ച ഭക്തസംഘടനയാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ ഭക്തസംഘടന. ആ സംഘടനയിലെ അംഗങ്ങൾ അനേകർ കഞ്ചിക്കോട് മരിയൻ സെൻട്രൽ പ്രാർത്ഥിക്കുവാനായിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നേ ദിവസം പ്രത്യേകമായ രീതിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകിച്ചും കഞ്ചിക്കോട് മാതാവിൻ്റെ മധ്യസ്ഥം വഴി എനിക്ക് ലഭിച്ച ആ വലിയ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ ആദ്യമായി തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനം തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം ഇപ്രകാരമാണ്. പൂർവ യൂസുഫ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു അനുഭവമാണ് സന്ദേശമായിട്ട് നിങ്ങളോട് പറയുവാനും എനിക്കുള്ളത്. നമ്മൾ ഏതെല്ലാം ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ദൈവം നമ്മോടൊപ്പമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാം ഒന്നിനെയും ഓർത്ത് ഭയപ്പെടേണ്ട. എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് 2ാം വേവിൻ്റെ അവസാനത്തിലാണ് എനിക്ക് കോവിഡ് ബാധിച്ച് ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു ഡോൺ ബോസ്കോ സെമിനറി സേവനം ചെയ്യുന്ന അവസരത്തിലാണ് കോവിഡ് ബാധിച്ച് അവിടെയുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായത്. ഞാനൊരു പ്രമേഹ രോഗിയാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് കോവിഡ് ഉണ്ടായാൽ ഉടനെ ഉണ്ടാകാവുന്ന ഒരസുഖമാണ് ന്യൂമോണിയ. ആ ന്യൂമോണിയ എന്ന രോഗം എന്നെ പിടിപെട്ടപ്പോൾ, ആ രോഗം മൂർച്ഛിച്ചപ്പോൾ എന്നെ ICUവിലാക്കി. പക്ഷേ മെച്ചപ്പെട്ട ഒരു ചികിത്സ ലഭിക്കുവാനായിട്ട് എൻ്റെ സലീഷ് സഭയിലെ മേലധികാരികൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എന്നെ മാറ്റുകയുണ്ടായി. ന്യൂമോണിയ മൂലം അതീവ ഗുരുതരാവസ്ഥയിലായി എന്ന് ഡോക്ടർമാർ അറിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, എന്നോടല്ല എൻ്റെ സുപ്പീരിയേഴ്സിനോടും എൻ്റെ കുടുംബാംഗങ്ങളോടുമൊക്കെ പറഞ്ഞു, അച്ഛൻ മരണത്തിൻ്റെ വക്കിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരിടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
അങ്ങനെ എൻ്റെ സുപ്പീരിയേഴ്സ് വഴി, എൻ്റെ കുടുംബാംഗങ്ങൾ വഴി, ഇവിടെയുള്ള ആത്മീയ കൂട്ടായ്മയിലെ അംഗങ്ങളും എൻ്റെ അവസ്ഥ മനസ്സിലാക്കി. സലീഷ്യൻ സന്യാസ സമൂഹവും എൻ്റെ കുടുംബത്തിലെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും അതുപോലെ സുഹൃത്തുക്കളും മരിയൻ ആത്മീയ കൂട്ടായ്മയിലെ ഏവരും എനിക്ക് വേണ്ടി ശക്തമായി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെയുള്ള മരിയൻ കൂട്ടായ്മയിലുള്ള ഡോക്ടർ, ഒരുപക്ഷെ നിങ്ങൾ അറിയാം, ഡോക്ടർ ജെയിംസ് കയ്യാലപ്പറമ്പിൽ, അദ്ദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറായിരുന്നു. എന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഡോക്ടറുമായിട്ട് നല്ല ബന്ധമുണ്ടായതുകൊണ്ട് എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ ഓരോ ദിവസവും അദ്ദേഹത്തെ അറിയിക്കുമായിരുന്നു. അതുപോലെ കൂട്ടായ്മയിലുള്ളവരും വീട്ടുകാർക്കും എല്ലാം എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു, ഞാൻ ഒഴികെ. അതുകൊണ്ട് തീഷ്ണമതികളായിട്ട് എല്ലാവരോടും പ്രാർത്ഥിക്കുവാനായിട്ട് ഡോക്ടർ പറഞ്ഞു, സൂചിപ്പിച്ചു. ഏതാണ്ട് എൻ്റെ കാര്യം കൈവിട്ടു പോയി എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ, ഞാൻ നവംബറിലാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. ഡിസംബറിൻ്റെ ആദ്യം, നമുക്കറിയാമല്ലോ, അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ട് കൂട്ടായ്മയിലുള്ളവരും ബന്ധുമിത്രാദികളും സലീശ സഭാംഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് തിഷ്ടമതികളായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ രോഗം മൂർച്ഛിച്ചപ്പോൾ എൻ്റെ ഓർമ്മ പോലും ഏതാണ്ട് നഷ്ടപ്പെട്ടു. ജപമാല പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ജപമാല ചെണ്ടേണ്ട രീതി പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ മരുന്നിൻ്റെ സെഡേഷൻ വഴിയായിരിക്കാം ആ ഒരവസ്ഥയിലേക്ക് എത്തിയത്. രോഗപീഡനങ്ങൾ കൊണ്ട് ഞാൻ വളരെയധികം വലഞ്ഞു, ക്ഷീണിച്ച് അവശനായി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ കൂട്ടായ്മയിലുള്ള എല്ലാവരും ബന്ധുമിത്രാദികളും സലീശ സഭാംഗങ്ങളും എല്ലാം തീഷ്ണമതികളായി പ്രാർത്ഥിച്ചു. കൂട്ടായ്മയിലുള്ള റാണി ജോൺ സഹോദരി എന്നോട് പിന്നീട് പറയുകയുണ്ടായി, മാതാവിൻ്റെ നൊമീന ദിവസങ്ങളിൽ, ആ 8 നോമ്പ് ദിവസങ്ങളിൽ പ്രത്യേകമായ രീതിയിൽ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരും കൂട്ടായ്മയിലുള്ള വൈദികരും സിസ്റ്റേഴ്സും അതുപോലെ അൽമാരെല്ലാവരും തീഷ്ണമതികളായിട്ട് പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങളിൽ അവരിപ്രകാരം പ്രാർത്ഥിച്ചു. ഡോൺ ബോസ്കോയുടെ ചൈതന്യത്തിൽ പരിശുദ്ധ അമ്മയോടും ദിവ്യകാരണത്തോടും ഉള്ള ഭക്തി പ്രചരിപ്പിക്കുന്ന അച്ഛനല്ലേ, അമ്മേ മാതാവേ, അച്ഛന് സൗഖ്യം നൽകി ആരോഗ്യവാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും അച്ഛനെ കഞ്ചിക്കോട് കൊണ്ടുവരണമേ എന്ന്. അങ്ങനെ തീഷ്ണമതികളായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു. ഡിസംബർ 8 തീയതി 2021 റാണി എന്നോട് സൂചിപ്പിച്ച സന്ദേശം നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ അവസരത്തിൽ ആ സഹോദരിക്ക് ദൈവം പ്രത്യേകമായ രീതിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ദർശനം ലഭിക്കുന്നു. ആ ദർശനത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ടു എന്നാണ് അവർ എന്നോട് സൂചിപ്പിച്ചത്. ആ സ്വരം ഇപ്രകാരമായിരുന്നു: സങ്കടപ്പെടേണ്ട, അച്ഛനെ ഞാൻ രക്ഷിക്കും, അച്ഛനെ ഞാൻ ആരോഗ്യവാനാക്കി സൗഖ്യം നൽകി കഞ്ചിക്കോട് തിരിച്ചു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ കഞ്ചിക്കോട് മാതാവ് വഴി ലഭിച്ച ആ ദിവ്യമായ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ തീഷ്ണമതികളായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവമെല്ലാം കാണുന്നു എന്ന ബോധ്യത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു സന്ദേശം ഞാൻ അറിയുന്നത് ഞാൻ ഡിസ്ചാർജ് അതിന് ശേഷമാണ്. പക്ഷേ ചെറിയതായ രീതിയിൽ ICUവിലായിരുന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ ആ അവസരത്തിൽ ആ ഡിസംബർ 8 കഴിഞ്ഞിട്ടും ഡോക്ടർമാർ എൻ്റെ വീട്ടുകാരെയും എൻ്റെ സുപ്പീരിയേഴ്സിനോടും ഈ ഒരു കാര്യമൊന്നും മനസ്സിലാകാത്ത രീതിയിൽ
അച്ഛൻ്റെ കേസ് സീരിയസ് ആണ്, ക്രിട്ടിക്കലാണ്. തീഷ്ണമതികളായി പ്രാർത്ഥിക്കുക. ദൈവം കൊടുത്ത ആ സന്ദേശം, പരിശുദ്ധ അമ്മ വഴി കൊടുത്ത സന്ദേശം പൂർത്തീകരിക്കുവാനായിട്ട് സമയമെടുത്തു. ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു പറയുകയാണ്, അച്ഛൻ മരണത്തിൻ്റെ വക്കിലായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട അച്ഛനായിരുന്നു. പക്ഷെ ദൈവം പ്രത്യേകമായ രീതിയിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ടിരിക്കുന്നു. മരുന്നിനോട് അച്ഛൻ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. സൗഖ്യം കർത്താവ് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇതിനുശേഷം ഞാൻ ഡിസ്ചാർജ് ചെയ്തു. ഏതാണ്ട് 1 മാസത്തെ റെസ്റ്റിനും വിശ്രമത്തിനുമൊക്കെ ഞാൻ തിരിച്ചു ചെന്നു. ഒരു ആൻജിയോഗ്രാം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഡോക്ടർ സൂചിപ്പിച്ചു. ആ അവസരത്തിൽ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 5 മേജർ ബ്ലോക്ക് എൻ്റെ ഹാർട്ടിനുണ്ട് എന്ന് ഡോക്ടർ മനസ്സിലായി. ഒരു ആൻജിയോപ്ലാസ്റ്റി കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് സർജറി കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന രീതിയിൽ ഡോക്ടർ പറഞ്ഞു. അപ്പോഴും അത്ഭുതകരമായ രീതിയിൽ ഡോക്ടർ ജെയിംസിൻ്റെ ഇടപെടൽ വഴി ലിസിയിലുള്ള പ്രഗത്ഭനായ ഡോക്ടർ ജോസ് ചാക്കോ പെരീപുറം ആണ് എൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തത്. ഈ 2 വ്യക്തികളും ക്ലാസ്മേറ്റ്സ് ആണ്. അതുകൊണ്ട് എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടുവാനായിട്ട് സാധിച്ചു. 5 മേജർ ബ്ലോക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡയബറ്റിക് കൂടി ആയതുകൊണ്ട് വെയിൻസ് ഒക്കെ റീപ്ലേസ് ചെയ്യുവാനായിട്ട് അത്ര എളുപ്പമല്ലായിരുന്നു. അതും ഒരു അപകടകരമായ ഒരു ശസ്ത്രക്രിയ ആയിരുന്നു. ഇതെല്ലാം ഞാൻ കൂടുതലായിട്ട് അറിയുന്നത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ സുപ്പീരിയേഴ്സ് എൻ്റെ അവസ്ഥ പ്രോവിൻസിലുള്ള എല്ലാ അച്ഛന്മാരെയും അറിയിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മൊബൈലില്ലല്ലോ. ഡിസ്ചാർജായി വന്നപ്പോൾ എൻ്റെ മൊബൈലിലുള്ള എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അവിടെയും ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം. ജീവിതത്തിൽ 1 അല്ല 2 അല്ല പല പ്രാവശ്യം സഹനങ്ങളും ഉണ്ടാകുമ്പോൾ ഓർക്കുക, ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. ഈശോടൊപ്പം അല്പമെങ്കിലും സഹിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയും ഈശോയും സഹിച്ചതുപോലെ സഹിക്കുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തീഷ്ണമതികളായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ദൈവികമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് എന്ന ബോധ്യത്തോടുകൂടി, ദൈവം കാത്തു പരിപാലിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി മുമ്പോട്ട് പോകാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നെ മരണത്തിൻ്റെ ഗർത്തത്തിൽ നിന്നും എന്നെ കരകയറ്റി എന്നെ ജീവനിലേക്ക് ആനയിച്ചു എന്ന സങ്കീർത്തകൻ്റെ ആ ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവസാനമായി റാണി ജോണിന് നവംബർ 2-ാം തീയതി ദൈവം പ്രത്യേകമായ രീതിയിൽ കൊടുത്തൊരു സന്ദേശമാണ് സങ്കീർത്തനം 111 ആദ്യത്തെ വചനങ്ങൾ. ആ വചനങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു നിമിഷങ്ങൾ കൂടിയാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ പ്രവർത്തികൾ എത്ര മഹനീയങ്ങളാണ്, തൻ്റെ പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യ നിധിയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം ദൈവം നമ്മോടൊപ്പമുണ്ട്. ഈശോയുടെ സന്ദേശം, ഈശോ നമ്മോടൊപ്പം എപ്പോഴുമുണ്ട് എന്ന ബോധ്യത്തോടുകൂടി സഹനങ്ങളുടെ നിമിഷത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന ബോധ്യത്തോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.